ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോല് നമ്മുടെ ശ്രുതി വീണ്ടും പിടിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കൂട്ടുകാരൻ നമ്മുടെ സച്ചിൻ രേവതിയും പിന്നാലെ തന്നെയും ഉണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി ആന്റണീനെയും കൂട്ടുകാരെയും കണ്ടിട്ട് പറയുന്നുണ്ട്, നീ അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ആ പൈസ എനിക്ക് തിരികെ മേടിച്ച് തരണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ആന്റണി പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തിനും കമ്മീഷൻ വേണം എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ആന്റണിയും കൂട്ടുകാരും പോയിട്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ആ ഫുട്ടേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആ മാനേജർ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ പോലീസ് ചോദിക്കണം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വല്ല നോട്ടീസ് വേണം. ഇത് രണ്ടും ഇല്ലാതെ ഞാൻ തരുന്ന പ്രശ്നമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ ആന്റണി വന്ന് നമ്മുടെ ഈ മാനേജറിനോട് ഈ ഫുട്ടേജ് ഒക്കെ ചോദിക്കുന്നത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട്. രേവതി അപ്പൊ തന്നെ നമ്മുടെ സച്ചിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആന്റണി ചോദിച്ചതും ആ സെയിം ഫൂട്ടേജ് തന്നെയായിരുന്നു എന്ന് നമ്മുടെ രേവതി പറയുകയാണ്. അപ്പൊ സച്ചിയും നമ്മുടെ രേവതിയും കൂടെ ആകപ്പാടെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുവാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് എന്തോ പല്ലുവേദന എടുത്തിട്ട് നമ്മുടെ പല്ല് കാണിക്കാൻ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ മുട്ടൻ പണികൾ നമ്മുടെ ശ്രുതിനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് എട്ടിന്റെ പണികൾ നമ്മുടെ ശ്രുതിക്ക് ഇതിനിടയിൽ കിട്ടുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുമായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. സച്ചി പറയുന്നത് വേറൊന്നുമല്ല, തന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ പുറത്തു വിട്ടതും പിന്നീട് ആന്റണിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പൈസ കടം മേടിച്ചതും എന്തൊക്കെയോ അതിന് പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് രേവതി. നമ്മൾ അത് അവളോട് പറയുമ്പോൾ അവളിൽ നിന്നും പതറുന്നതും വേർക്കുന്നതും നീ ശ്രദ്ധിച്ചോ? അതിൽ നിന്നും മനസ്സിലാക്കാം പൗഡർ ഇടത്തേക്ക് എന്തോ കള്ളത്തരം കൂടിയുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ ശ്രുതി വല്ലാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശ്രുതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കും നമ്മുടെ സച്ചിൻ രേവതിയും ഉടനെ തന്നെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.